ഹലോ everybody. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് JSP യൂസ് ചെയ്ത് എങ്ങനെ MySQL ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, MySQL ഡേറ്റാബേസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, അതുപോലെ MySQL ടേബിളിലേക്ക് എങ്ങനെ ഒരു ഫോം വഴി ഡേറ്റ റൈറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇതിൽ കാണുന്ന പോലെ MySQLൻ്റെ ഒരു പേജ്, MySQLൻ്റെ ഒരു വിൻഡോ ആണ് ഇവിടെ കാണുന്നത്. MySQL ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് MySQLിലേക്ക് ലോഗിൻ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ വേണ്ടത് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്രിയേറ്റ് ഡേറ്റാബേസ് എന്നൊരു കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റ് ഡേറ്റാബേസ് എന്നുള്ള ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡേറ്റാബേസിൻ്റെ പേര് JSP DB1. ഓക്കെ, JSP DB1 എന്നുള്ള പേരിൽ ഞാൻ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡേറ്റാബേസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഡേറ്റാബേസ് നമുക്ക് ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസ് JSP DB1 കൊടുത്ത് ഞാൻ ആ ഡേറ്റാബേസ് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് നമുക്ക് ക്രിയേറ്റ് ടേബിൾ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ടേബിൾ. ഞാൻ അതിന് പേര് T1 എന്ന് കൊടുക്കുന്നു. അതിനകത്തുള്ള ഫീൽഡുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നെയിമും ഇമെയിലുമാണ്. നെയിം ക്യാരക്ടറാണ്. വർക്കർ 20 is width, then email again worker of 20. ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. T1 ആണ് ടേബിളിൻ്റെ പേര്. അതിനകത്ത് 2 ഫീൽഡാണ് ഞാൻ കൊടുക്കുന്നത്. ഒന്ന് നെയിം, രണ്ടാമത്തത് ഇമെയിൽ. രണ്ടും വേരിയബിൾ ക്യാരക്ടറായിട്ട് ഞാൻ കൊടുക്കുന്നു. ഇപ്പോൾ ടേബിൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു JSP പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുവഴി ഒരു ഫോം വഴി ഈ ടേബിളിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ NetBeans എന്നുള്ള ഐഡിയാണ് JSP പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ NetBeans ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ ലെഫ്റ്റിനകത്ത് പ്രോജക്ട്സ് കാണാം. പ്രോജക്ട്സിനകത്ത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു വെബ് ആപ്ലിക്കേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഫയൽ എടുക്കുക, ഫയൽ, ദെൻ ന്യൂ പ്രോജക്റ്റ് എടുക്കുക. ന്യൂ പ്രോജക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോജക്റ്റിൻ്റെ കാറ്റഗറീസ് ജാവ വെബ് ഉണ്ട്. അതോടൊപ്പം തന്നെ റൈറ്റിൽ പ്രോജക്ട്സ് വെബ് ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തിട്ട് അഗെയിൻ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത നെയിമും പ്രൊജക്റ്റിൻ്റെ നെയിമും അതിൻ്റെ ലൊക്കേഷനൊക്കെ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെബ് ആപ്ലിക്കേഷൻ 6 എന്ന് വന്നേക്കുന്നത് ഞാൻ വെബ് ആപ്ലിക്കേഷൻ 1 2 3 4 5 ഒക്കെ ആൾറെഡി ഇതിനകത്തുണ്ട്. സോ അതുകൊണ്ട് നെക്സ്റ്റ് വെബ് ആപ്ലിക്കേഷൻ 6 എന്നുള്ള പേര് ഓട്ടോമാറ്റിക്കലി എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, വേറെ പേര് കൊടുക്കാം. സോ പ്രൊജക്റ്റ് ലൊക്കേഷനൊക്കെ തന്നെ അകത്തുണ്ടാവും. ഞാനതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അഗെയിൻ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അതേ സെർവറിൽ റൺ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. സോ ഇത് ഞാൻ ചൂസ് ചെയ്യുന്നു. അഗെയിൻ ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പ്രോജക്റ്റ് ഓപ്പൺ ആവും. പ്രോജക്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വെബ് ആപ്ലിക്കേഷൻ 6 കാണാൻ പറ്റും. ഇവിടെ ഓപ്പണായി വരുമ്പോൾ നിങ്ങൾക്ക് വെബ് ആപ്ലിക്കേഷൻ 6 അതിനകത്ത് കാണാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ് ആപ്ലിക്കേഷൻ 6 എന്നുള്ളൊരു പ്രോജക്റ്റ് താഴെ നിങ്ങൾക്ക് കാണാം, പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്പോണൻസ് കാണാൻ പറ്റും. അതിനകത്ത് ഇപ്പോൾ വെബ് പേജസ് എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കണ്ടൻറ്റ്. അവിടെയാണ് നമ്മുടെ പേജസ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓട്ടോമാറ്റിക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് index.html എന്നൊരു പേജ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഇൻഡെക്സ് എന്നുള്ള പേരിൻ്റെ ഉദ്ദേശം അറിയാം. നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ സംബന്ധിച്ച് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യുന്ന പേജാണ് ഇൻഡെക്സ്.
അതിനകത്ത് index.html എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഫയൽ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അത് നമുക്ക് ഈ കണ്ടൻറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് HTML എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുക്കാം. പക്ഷേ നിങ്ങൾ JSPയുടെ എന്തെങ്കിലും കോഡ് അതിനകത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്റ്റൻഷൻ മാറ്റിയിട്ട് JSP എന്ന് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതൊരു സാമ്പിൾ പേജാണ്, അതിനകത്ത് വെബ് പേജാണ്, ഇതിനകത്ത് വേറെ JSP കോഡുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് index.html എന്നുള്ള ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വേറെ കണ്ടൻ്റ് ഒന്നുമില്ല. ബോഡിയിലകത്ത് നോക്കിയാൽ അറിയാം, ഒരു റൈറ്റ് കണ്ടൻറ് എന്നുള്ളൊരു ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. സോ നമുക്കതിനകത്ത് മോഡിഫൈ ചെയ്യാവുന്നതാണ്. നമുക്കത് മോഡിഫൈ ചെയ്ത് നമുക്ക് എന്താണ് വേണ്ടത് അതിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ എന്നെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കണ്ടൻറ്റ് മാറ്റിയിട്ട് ഇതെല്ലാം ഡിലീറ്റ് കളഞ്ഞിട്ട് ഞാൻ ഒരു ഫോം ആഡ് ചെയ്യാൻ പോവാണ്. ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം, ഫോം ക്രിയേറ്റ് ചെയ്യേണ്ട ടാഗ് അറിയാം. ഫോം എന്നുള്ള ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള HTML ടാഗുകൾ എഴുതാൻ പോവാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ എഴുതുന്നു ഫോം മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് action equal to JSP1.jsp. Again ഫോം ക്ലോസ് ചെയ്യുന്നു. ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് നെയിമും ഇമെയിലുമാണ് എനിക്ക് ഡാറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യേണ്ടത്. സോ ആ നെയിമും ഇമെയിലും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ടെക്സ്റ്റ് ബോക്സുകളാണ്. നെയിം എന്നൊരു ലേബൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നെയിം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബോക്സ് വേണം. അതിന് വേണ്ടത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് നെയിം ഈക്വൽ ടു T1 എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് അടുത്തത് വേണ്ടത് ഇമെയിലിൽ നിന്നും കൂടി ഒരു ടെക്സ്റ്റ് ബോക്സ് വേണം. ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ഇമെയിലിന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ പേര് മാറ്റി കൊടുക്കണം. ഞാൻ T2 എന്ന് കൊടുത്തു. അഗെയിൻ എനിക്കൊരു സബ്മിറ്റ് ബട്ടൺ കൂടി വേണം. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്. name equal to submit.
ഓക്കെ, ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഫോമായി കഴിഞ്ഞു. മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ആക്ഷൻ ഇസ് ഈക്വൽ ടു JSP കൺട്രോൾ JSP എന്ന് പറയുന്നത് ഇതിനകത്തുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഫയലിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഇപ്പോൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി JSP1.JSP എന്നുള്ള പേജിലേക്ക് കൺട്രോൾ റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ലൈബ്രറി ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ MySQL ആണ് ചെയ്യുന്നതുകൊണ്ട് MySQLൻ്റെ ലൈബ്രറി ആഡ് ചെയ്യണം. ഒറക്കിളാണെങ്കിൽ ഒറക്കിളിൻ്റെ കറസ്പോണ്ടിങ് ലൈബ്രറി അത് അതിൻ്റേതായ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരു ലൈബ്രറീസ് ചൂസ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലൈബ്രറി ചൂസ് ചെയ്തിട്ട് അതിനകത്ത് ആഡ് JR ഫോൾഡർ എടുക്കുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയലുണ്ട് MySQL കണക്ടർ ജാവ എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്യുന്നു. ചൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈബ്രറിയിൽ അത് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈബ്രറിയിൽ നമുക്കത് കാണാൻ പറ്റും. ലൈബ്രറീസ് ഓപ്പൺ ചെയ്യുന്നതിനകത്ത് MySQL കണക്ടർ ജാവ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് അഗൈൻ വെബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു ഫയലോട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു JSP ഫയൽ കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കിട്ടും. ന്യൂ നിങ്ങൾക്ക് JSP ഫയൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പുതിയ JSP ഫയൽ കൂടി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് ന്യൂ JSP എന്നുള്ള മാറ്റിയിട്ട് ഞാനിപ്പോൾ നേരത്തെ എനിക്ക് വേണ്ടത് JSP1 എന്നാണ്. അത് വെബ് ആപ്ലിക്കേഷൻ 6 വേണ്ടത്, ലൊക്കേഷൻ വെബ് പേജസിലാണ് വേണ്ടത്. അതൊക്കെ കറക്റ്റാണ്. ഞാൻ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു JSP1 എന്നുള്ള നമുക്കിപ്പോൾ JSP1.JSP എന്നുള്ള ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തും ഒരു സാമ്പിൾ പേജാണ് നമുക്ക് കിട്ടുക. അത് നമുക്ക് മാറ്റേണ്ടതുണ്ട്. നമ്മുടേതായിട്ട് രീതിയിൽ അതിന് നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഈ സിമ്പിൾ അതുമായിട്ട് ഞാൻ ഒരു പേജ് ഇമ്പോർട്ട് ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് പേജ് ഇമ്പോർട്ട് java.sql .star then percentage ഒക്കെ ഞാൻ ആദ്യമായിട്ടൊരു പേജ് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ,
java.sql.star എന്നുള്ള ഒരു പാക്കേജ് ഞാൻ ഇമ്പോർട്ട് ചെയ്തു. അതാണ് ഞാൻ ആദ്യം ചെയ്തത്. ഇപ്പോൾ SQL നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. java.sql.star എന്നുള്ള പാക്കേജ് ഞാൻ ഇമ്പോർട്ട് ചെയ്തു. import is equal to java.sql.star. അതിൽ എറർ ഉണ്ടെങ്കിൽ അതൊരു സിമ്പിളിൽ കാണാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒന്നുമില്ല, ബോഡി പാർട്ടിലാണ് എനിക്ക് ചേഞ്ച് വരുത്തേണ്ടത്. സോ ബോഡി ഞാൻ റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ പേജിൽ കൊടുത്ത 2 ടെക്സ്റ്റ് ബോക്സുകളുടെ വാല്യൂസ് നമുക്കിവിടെ റിട്രീവ് ചെയ്യേണ്ടതുണ്ട്. സോ അതൊരു സ്ട്രിങ് ടൈപ്പാണ്. ഞാനിവിടെ സ്ട്രിങ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. നെയിം ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് അതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ JSP ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. PHPയിലൊക്കെ നമ്മൾ യൂസ് ചെയ്തില്ലേ, അത്തരം ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യണം. ബിഗിനിങ് ഓഫ് JSP ആണെന്ന് അറിയാനായിട്ട്. അതുപോലെ അതിൻ്റെ എൻഡിൽ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യും. Anything in between will be treated as JSP block. Request get parameter of T1. ഡോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി കാണിക്കും. കഴിവതും ഇത് ഇങ്ങനെ യൂസ് ചെയ്യണ്ട, ഓട്ടോ ടൈപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. T1 ബിക്കോസ് ഞാൻ T1 എന്നാണ് ആദ്യത്തെ ഒരു ഫീൽഡിന് കൊടുത്ത വാല്യൂ. സോ സെമിക്കോണിൽ എൻഡ് ചെയ്യും. അതുപോലെ വേറൊരു അടുത്തത് വെച്ചാൽ രണ്ടാമത്തേത് ഇമെയിലാണ്. ഞാനവിടെ വീണ്ടും മെയിൽ എന്നൊരു വേരിയബിൾ കൊടുത്തു. ഇവിടെ T2 ആണ്. ഓക്കെ, ഞാനിപ്പോൾ ചെയ്തത് 2 കഴിഞ്ഞ പേജിലുള്ള 2 ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്ത വാല്യൂസ് ഇവിടെ 2 വേരിയബിളായിട്ട് റിട്രീവ് ചെയ്തു. ഇത്രേ ചെയ്തിട്ടുള്ളൂ. അടുത്തതായിട്ട് എനിക്ക് ഒരു കണക്ഷൻ ഒബ്ജക്റ്റും സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യണം. കണക്ഷൻ ഒബ്ജക്റ്റ് ഞാൻ CON എന്ന് കൊടുത്തു. ഈക്വൽ ടു നള്ളെന്ന് കൊടുത്തു. ഓക്കെ, ഈക്വൽ ടു ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ST that also equal to null. 2 കണക്ഷൻ വേണ്ടിയുള്ള 2 ഒബ്ജക്ട്സ് ആണ്. കണക്ഷൻ ഒബ്ജക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ്, ഇത് രണ്ടും നള്ളായിട്ട് ഞാൻ ആദ്യം സെറ്റ് ചെയ്യും. അടുത്തായിട്ട് ഞാൻ ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് കൊടുക്കുവാണ്. ട്രൈ
catch. Exception. അപ്പോൾ ഞാൻ ട്രൈ ക്യാച്ച് ബ്ലോക്ക് കൊടുത്തു. ഞാനിവിടെ ക്ലാസ് .49 class dot .49 അത് വരണം വന്നോളൂ, ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ക്ലാസ് .49 ഞാൻ കൊടുക്കേണ്ടത് com .mysql.jdbc ഡ്രൈവർ എന്നാണ്. അതാണ് എൻ്റെ സ്ട്രിങ്. com .mysql.jdbc.driver. ഇതൊരു സ്ട്രിങ് ആയിട്ട് കൊടുക്കണം. കണക്ഷൻ സ്ട്രിങ് ആണ്. ഡോട്ട് again a semicolon. Okay. അത് കഴിഞ്ഞിട്ട് വേണ്ടത്, ഞാൻ നേരത്തെ ഒരു കണക്ഷൻ ഒബ്ജക്റ്റും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നള്ളായിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വാല്യൂസ് അസൈൻ ചെയ്യാണ്. അപ്പോൾ കണക്ഷൻ ഒബ്ജക്റ്റ് അസൈൻ ചെയ്ത് കണക്ഷൻ ഓഫ് ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ JDBC mysql /localhost 3306 /JSP. ഇവിടെ നമ്മുടെ ഡേറ്റാബേസിൻ്റെ പേര് JSP DB1 എന്നാണ്. അപ്പോൾ ഞാനത് ഇവിടെ ഇപ്പോൾ JSP DB1 then root then null. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഡ്രൈവർ. ലോക്കൽ ഹോസ്റ്റ് കോളർ 3306 എന്നതിൻ്റെ പോർട്ടാണ്, MySQLൻ്റെ പോർട്ടാണ് 3306. ദെൻ JSP DB ഞാൻ ഡേറ്റാബേസാണ്. റൂട്ട് എന്നുള്ളത് MySQL ഡേറ്റാബേസിലേക്കുള്ള യൂസർ നെയിമാണ്.
അതുപോലെ റൂട്ടിൻ്റെ പാസ്വേഡ് നള്ളായതുകൊണ്ട് ഞാനൊരു നള്ളെന്ന് കൊടുത്തു. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂസർ നെയിമും കറസ്പോണ്ടിങ് പാസ്വേഡ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു റീപ്ലേസ് ദിസ് വിത്ത് യുവർ കറസ്പോണ്ടിങ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. അപ്പോൾ ST എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റാണ് ഈക്വൽ ടു CON കണക്ഷൻ ഒബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് കണക്ഷൻ ഒബ്ജക്റ്റും സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റും ഞാൻ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് വേണ്ടത് ടേബിളിലേക്ക് റൈറ്റ് ചെയ്യേണ്ട വാല്യൂസൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അടുത്ത് വേണ്ടത് എനിക്ക് ടേബിളിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടേബിളിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന SQL കമാൻഡ് ഇൻസേർട്ടാണ്. ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം, ദെൻ ഫീൽഡ് നെയിംസ് ഇൻ പാരാന്തസിസ്, ദെൻ വാല്യൂസ്, യു വാല്യൂസ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. വാല്യൂസ് ഞാൻ കഴിഞ്ഞ പേജിൽ കൊടുത്ത ടെക്സ്റ്റ് ബോക്സുകളിലുള്ള വാല്യൂസ് ഇവിടെ രണ്ട് സ്ട്രിങ് വേരിയബിളായിട്ട് ഉണ്ട്. നെയിം എന്നും മെയിൽ എന്നും പറഞ്ഞ രണ്ട് വേരിയബിൾസിനകത്ത് ഓൾറെഡി നമ്മൾ കൊടുത്ത വാല്യൂസ് ഉണ്ട്. ദാറ്റ് വാല്യൂസ് യു വാണ്ട് ടു ഇൻസേർട്ട് ടു ദി ടേബിൾ. സോ ഇതിനു വേണ്ടി എനിക്ക് ക്വറി ഫോം ചെയ്യുന്നു. ക്വറി ദാറ്റ് ആൾസോ എ സ്ട്രിങ് QRO ഈസ് ഈക്വൽ ടു ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ് ദറ്റ് ഗിവ് ദി വാല്യൂസ് ചെയ്യണം. ഓക്കെ, ഈ രീതിയിൽ ഞാനൊരു ക്വറി എക്സിക്യൂട്ട് ചെയ്യേണ്ട ക്വറി ഒരു സ്ട്രിങ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വയ്ക്കുവാണ്. ഇപ്പോൾ ക്വറി ശരിക്കും എനിക്കൊരു വേരിയബിളുണ്ട്. ദാറ്റ് ഇനി എനിക്ക് ചെയ്യേണ്ടത് ആ ക്വറി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ST എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ എക്സിക്യൂട്ട് അപ്ഡേറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് കോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ST.execute update, then QRO is the variable or string variable which contains the query to be executed. അപ്പോൾ ഈ രീതിയിൽ ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ക്വറി പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതർവൈസ് എനിക്കൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്യാച്ച് എക്സെപ്ഷൻ ബ്ലോക്കിനകത്ത് ഞാൻ എഴുതുന്നു out.print ex.getMessage. എന്താണ് മെസ്സേജ് എന്നുള്ളത് ഇവിടെ എഴുതുവാണ്. ഇനി ഇത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതുന്നു out.print then data inserted. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഈ പേജസൊക്കെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൺ ചെയ്യുമ്പോഴത്തേക്ക് റൺ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുക, റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഫോർ ദി ഫസ്റ്റ് റണ്ണിങ്. സോ ഇങ്ങനെ റണ്ണിങ് പ്രോസസ്സാണ് നടക്കുന്നത്.